ഹലോ ഗൈസ്, ഗുഡ് ആൻഡ് ടാക്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡിക്റ്റീവ് എൻഡോഗൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അഡിക്റ്റീവ് എൻഡോഗൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം അഡിക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു നൗണിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ അഡിക്റ്റീവ് യൂസ് ആക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ കേസ് അനുസരിച്ചും അതുപോലെ തന്നെ ഓരോ കേസിന്റെ ജെൻഡർ അനുസരിച്ചും അഡിക്റ്റീവ് എൻഡോഗങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് എപ്പോഴാണ് ഇത് ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അഡിക്റ്റീവ് എന്തിനാണ് യൂസ് ആക്കുന്നത്, നൗണിനെ വിശേഷിപ്പിക്കാനാണ് അഡിക്റ്റീവ് യൂസ് ആക്കുന്നത്. അപ്പോൾ നൗൺ എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഏത് അഡിക്റ്റീവ് ആണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നൗണിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, അഡിക്റ്റീവ് ആഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അഡിക്റ്റീവിന്റെ കേസും ജെൻഡറും അനുസരിച്ച് എൻഡോഗങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ യൂസ് ആക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് എൻഡോഗങ്ങൾ മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നോമിനാറ്റീവ് കേസ്. നോമിനാറ്റീവ് കേസിൽ മസ്കുലിൻ ആണെങ്കിൽ ഇ, ഫെമിനിൻ ഇ, നോയിട്രാൽ ഇ, പ്ലൂരാൽ ഇ. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ആക്കുന്ന. ഇപ്പോൾ ഒരു ഷേൺ എന്ന് പറയുന്ന ഒരു അഡിക്റ്റീവ്, ഷേൺ മീൻസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡിക്റ്റീവ്, ആ അഡിക്റ്റീവ് ആണ് നമ്മൾ യൂസ് ആക്കുന്നതെങ്കിൽ ആ അഡിക്റ്റീവ് ജെൻഡർ അനുസരിച്ച് ഈ എൻഡോഗങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇ ഇ ഇ ഇ എൻ. ഇനി അതുപോലെ തന്നെയാണ് അടുത്ത കേസ് അക്വസാറ്റീവ് കേസിൽ. അക്വസാറ്റീവ് കേസിൽ വരുമ്പോൾ മസ്കുലിൻ ഇ എൻ, ഫെമിനിൻ ഇ, നോയിട്രാൽ ഇ, പ്ലൂരാൽ ഇ എൻ. അതുപോലെ ഡാറ്റീവ് കേസിൽ ഇ എൻ ഇ എൻ ഇ എൻ ഇ എൻ, അതായത് ഫുൾ, അതായത് മസ്കുലിൻ ആയാലും ഫെമിനിൻ ആയാലും നോയിട്രാൽ ആയാലും പ്ലൂരാൽ ആയാലും എല്ലാം നമ്മൾ എന്ത് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, എൻഡോഗൻ വന്നിട്ട് ഇ എൻ എന്നുള്ള എൻഡോഗങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഗെനറ്റീവിൽ അതെ എല്ലാ അതിലും നമ്മൾ ഇ എൻ എന്ന് പറയുന്ന എൻഡോഗാണ് ആഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നോമിനാറ്റീവ് കേസ്, ദർ ഗ്രോസെ ഹുഡ് സ്പീൽറ്റ് ഇൻ ഗാർട്ടൻ. അപ്പോൾ ഈ സെന്റൻസിൽ നൗൺ എന്താണ്, ദർ ഹുണ്ട് എന്നുള്ള നൗണാണ്. ദർ ഹുണ്ട് എന്ന് പറയുമ്പോൾ മസ്കുലിൻ കേസാണ്, മസ്കുലിൻ ജെൻഡർ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ മസ്കുലിൻ, നോമിനാറ്റീവില് മസ്കുലിൻ വരുമ്പോൾ ഇ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞ അഡിക്റ്റീവ് അതിന്റെ എൻഡിങ് ആയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഇ ആഡ് ചെയ്തു. അപ്പോൾ ദർ ഗ്രോസെ ഹുഡ് സ്പീൽറ്റ് ഇൻ ഗാർട്ടൻ. ഇനി അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദി ഷേർഡെ ഫ്രൗ ലീസ്റ്റ് ഐൻ ബുക്ക്. അപ്പോൾ ഇതിലെ നൗൺ എന്ന് പറയുന്നത് ദി ഫ്രൗ ആണ്. ദി ഫ്രൗ എന്ന് പറയുമ്പോൾ ഏത് ജെൻഡറാ, ഫെമിനിൻ ആണ്. അപ്പോൾ എന്ത് വരും, ഫെമിനിൻ വരുമ്പോൾ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഇ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ദി ഷേർണെ ഫ്രൗ ലീസ്റ്റ് ഐൻ ബുക്ക്. അപ്പോൾ ഇനി അടുത്ത കേസ് വന്നിട്ട് അക്വസാറ്റീവ്. അക്വസാറ്റീവില് സെന്റൻസ് നമുക്ക് നോക്കാം. ഈഷ് സേ ദി ഷേർണെ ഫ്രൗ. അതായത് ഇതിൽ നൗൺ എന്താണ്, ദി ഫ്രൗ ആണ് നൗൺ വന്നിട്ട്. അപ്പൊ ദി ഫ്രൗ എന്ന് പറയുമ്പോൾ എന്താണ്, ഫെമിനിൻ ആണ്. അപ്പൊ ഫെമിനിൻ വരുമ്പോൾ നമ്മൾ എൻഡുങ് എന്താണ് ആഡ് ചെയ്യേണ്ടത്, അക്വസാറ്റീവ് കേസിൽ ഫെമിനിൻ വരുമ്പോൾ എൻഡുങ് ഇ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷേൺ എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ എൻഡുങ് ആയിട്ട് ഇ ആഡ് ചെയ്തു. അപ്പോൾ ഈഷ് സേയെ ദി ഷേർണെ ഫ്രൗ എന്നായി. ഇനി നെക്സ്റ്റ് വന്നിട്ട് സി കൗഫ്റ്റ് ദെൻ ഗ്രോസൻ ഹുണ്ട്. അപ്പൊ ഇതിൽ നൗൺ എന്താണ്, ദെൻ ഹുണ്ട് ആണ് നൗൺ. ദെൻ ഹുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മസ്കുലിൻ ആണ്. അപ്പൊ എന്താവും, അക്വസാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ ഏതാണ് എൻഡുങ് ആഡ് ചെയ്യേണ്ടത്, ഇ എൻ എന്ന് പറയുന്ന എൻഡുങ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സി കൗഫ്റ്റ് ദെൻ ഗ്രോസൻ ഹുണ്ട്. ഗ്രോസ് എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ എൻ എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ ദെൻ ഗ്രോസൻ ഹുണ്ട്, സി കൗഫ്റ്റ് ദെൻ ഗ്രോസൻ ഹുണ്ട്. ഇനി അടുത്ത കേസ് വന്നിട്ട് ഡാറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ഈഷ് ഗ്രാജുലിയറെ ദേം നെറ്റൻ കൊളേഗൻ. അപ്പൊ ഇതിൽ നൗൺ എന്താണ്, ദേം കൊളേഗൻ ആണ്. ദേം കൊളേഗൻ എന്ന് പറയുമ്പോൾ കൊളേഗന്റെ ആർട്ടിക്കിൾ വന്നിട്ട് എന്താണ്, ദർ ആണ്. അപ്പൊ അവിടെ കേസ് ജെൻഡർ വന്നിട്ട് മസ്കുലിൻ ആണ്. അപ്പൊ ഡാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ നമ്മൾ ഏതാണ് എൻഡുങ് ആഡ് ചെയ്യുന്നത്, ഇ എൻ എന്ന് പറയുന്ന എൻഡുങ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈഷ് ഗ്രാജുലിയറെ ദേം നെറ്റൻ കൊളേഗൻ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡാറ്റീവ് കേസിൽ എല്ലാത്തിന്റെയും ബെസ്റ്റിംഡ് ആർട്ടിക്കിളിന്റെ എല്ലാത്തിന്റെയും എൻഡുങ് വന്നിട്ട് ഇ എൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് സി സ്പീൽറ്റ് മീറ്റ് ദേം റോട്ടൻ ബാൾ. അപ്പൊ ഇവിടെ നൗൺ വന്നിട്ട് ദേയും റോട്ടൻ, ദേം ബാൾ ആണ് നമ്മുടെ നൗൺ. അപ്പൊ ബാൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ വന്നിട്ട് ദർ ആണ്. അപ്പൊ അവിടെ എന്താണ്, മസ്കുലിൻ തന്നെയാണ് വരുന്നത്. ഡാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ ഇ എൻ ആണ്. അപ്പൊ റോട്ട് എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ എൻ ആഡ് ചെയ്തു. അപ്പോൾ സി സ്പീൽറ്റ് മീറ്റ് ദേം റോട്ടൻ ബാൾ എന്നായി. ഇനി അതുപോലെ തന്നെ അടുത്ത കേസാണ് ഗെനറ്റീവ്. ഗെനറ്റീവ് കേസിലും എന്തുതന്നെയാണ്, എല്ലാത്തിൻ്റെയും എൻഡുങ് വന്നിട്ട് ഇ എൻ ആണ്. അവിടെയും നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ വന്നിട്ട് ദി ട്യൂർ ദസ് നോയൻ ഹൗസ് ഈസ്റ്റ് ഓഫൻ. ഇവിടെ നൗൺ എന്താണ്, ദസ് ഹൗസ്. ഹൗസ് എന്ന് പറയുമ്പോൾ ദസ് ആണ് വരുന്നത്. എന്ത് ആർട്ടിക്കിൾ വന്നിട്ട് ദസ് ആണ്. അപ്പൊ അവിടെ നോയിട്രൽ കേസാണ്. അപ്പൊ ഗെനറ്റീവില് നോയിട്രൽ വരുമ്പോൾ എന്താണ്, ഇ എൻ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ദി ട്യൂർ ദസ് നോയൻ ഹൗസ് ഈസ്റ്റ് ഓഫൻ. നെക്സ്റ്റ് ദി ഫാർബി ദർ ഷേണൻ ബ്ലൂമെ ഗെഫൾട്ട് മിയർ. അപ്പൊ ഇവിടെ
നൗൺ വന്നിട്ട് എന്താണ് ദർ ബ്ലൂമി, അതായത് ദി ബ്ലൂമിയാണ്, ഗെനറ്റീവ് ആയപ്പോൾ ദർ ബ്ലൂമി ആയി. അപ്പൊ ആർട്ടിക്കിൾ വന്നിട്ട് ദി ആണ്, അപ്പൊ ജെൻഡർ എന്താണ് ഫെമിനിൻ ആണ്. അപ്പൊ ഗെനറ്റീവില് ഫെമിനിൻ EN. ദി ഫാർബെ ദർ ഷേണൻ, ഷേൺ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന്റെ കൂടെ EN എന്ന് പറയുന്ന എൻറ്റുങ് ആഡ് ചെയ്തു. അപ്പൊ ദി ഫാർബെ ദർ ഷേണൻ ബ്ലൂമെ ഗെഫൾഡ് മിയർ. അപ്പൊ ഇങ്ങനെയാണ് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുന്ന നൗൺസിന് അഡ്ജക്റ്റീവ് എൻറ്റുങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ചൂസ്.